കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ വചനം നാം തുടരെ ധ്യാനിക്കുകയാണ്. എത്ര ധ്യാനിച്ചാലും മടുപ്പ് തോന്നാത്തതാണ് തിരുവചനം. എത്രമാത്രം ആഴത്തിൽ കുഴിച്ചാലും തീർന്നു പോകാത്ത അക്ഷയനിധിയാണ് ദൈവവചനം. ഞാൻ അത്ഭുതത്തോടെയാണ് ഈ ദൈവവചനത്തെക്കുറിച്ച് ഓർക്കാറ്. 1500 വർഷങ്ങൾ കൊണ്ട് 40ഓളം എഴുത്തുകാർ വിവിധ ഭൂഖണ്ഡങ്ങളിലിരുന്ന് വിവിധ രാജ്യങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് എഴുതി. പക്ഷെ ഇതെല്ലാം ഒന്നു ചേർന്ന് ഒറ്റ ബുക്കായി, അതിൽ തന്നെ 66 പുസ്തകങ്ങളായി, ഇതുവരെ ഒരു തിരുത്തും ആവശ്യമില്ലാത്തൊരു ബുക്കായി ഈ ബൈബിൾ നിലകൊള്ളുന്നു. കാരണം ഇത് ദൈവനിശ്വാസീയമാണ്. കർത്താവിന് സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ വേറൊരു അത്ഭുതം എൻ്റെ മനസ്സിൽ തോന്നുന്നത്, ഞാനിപ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. ഇപ്പോൾ ഇതേ സമയത്ത് ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ ഒരുപക്ഷെ ഈ ഞാൻ പറയാൻ പോകുന്ന വചനം പലരും പറയുന്നു, പക്ഷേ വ്യത്യസ്തങ്ങളായിട്ട് അവർ പറയുന്നു. ഒരേ കാര്യം, ഒരേ സംഭവം തന്നെയായിരിക്കും. ഒരുപക്ഷെ കർത്താവ് പറഞ്ഞ ഒരു ഉപമയായിരിക്കും. 1000 പേര്, 1,00,000 പേര് ആ ഒരു ചെറിയൊരു ഉപമയെ എടുത്ത് വ്യാഖ്യാനിച്ച് ദൈവാത്മാവിൽ ആ തിരുവചനം പറയുമ്പോൾ 1000ഉം 10,000ഉം പേര് പറഞ്ഞാൽ അതെല്ലാം വ്യത്യസ്തമായിരിക്കും. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. മറ്റേ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഉപന്യാസ വിഷയമോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒരേ വിഷയം മറ്റുള്ളവർ പറഞ്ഞാൽ ഒരുപാട് സാമ്യങ്ങൾ കാണും. ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഇത് യുണീക്കാണ്. ഈ തിരുവചനത്തിന് മുമ്പായാണ് നാം ഇരിക്കുന്നത്. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം നടക്കും. ഈ വചനം സഞ്ചരിക്കും. എന്തിന്? ഈ വചനം പറക്കും. അതുകൊണ്ടല്ലേ അവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കി എന്ന് പറയുന്നത്. ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ നമ്മുടെ ഭവനത്തിലിരുന്ന് അങ്ങ് UK-യിലോ ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ USA-യിലോ ഉള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യം വരുന്നു. എങ്ങനെ? അത് ചെയ്യുന്നത് മനുഷ്യരാരുമല്ല, അത് ചെയ്യുന്നത് നിത്യനായ ദൈവമാണ്. അവിടുന്ന് വചനം അയക്കുകയാണ്. ഒരു പാവപ്പെട്ട ദൈവവേദൽ, കർത്താവ് പ്രസാദിക്കുന്ന, കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിറവുള്ള ഒരു ദൈവവേദൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് പറന്നു ചെന്ന് ആ വ്യക്തി ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ അത്ഭുതകരമായി മാറ്റം വരുത്തുന്നു. ഞാൻ എന്തിനാണ് ഈ ചിതറിയ ചിന്തകളെല്ലാം നിങ്ങളോട് പറയുന്നത്? പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനം കേൾക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ കർത്താവേ, ഒരു ചടങ്ങ് പോലെയല്ല, പതിവായി കേൾക്കുന്ന ഒരു മീറ്റിംഗ് പോലെയല്ല. എൻ്റെ യേശുവേ, അവിടുന്ന് എന്നോട് സംസാരിക്കണം. അവിടുന്ന് എൻ്റെ സൃഷ്ടാവാണ്, അവിടുന്ന് എൻ്റെ ഉടയവനാണ്, അവിടുന്ന് എൻ്റെ ഉടമസ്ഥനാണ്. അവിടുന്ന് എന്നോടൊന്ന് സംസാരിക്കണം. ഞാൻ പറയാതെ തന്നെ എൻ്റെ പ്രയാസങ്ങളും എൻ്റെ രോഗങ്ങളും എൻ്റെ പ്രതിസന്ധികളും കർത്താവിനെ അറിയാമല്ലോ. കർത്താവേ, അവിടുന്ന് എല്ലാത്തിനും പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ കരം എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ മേൽ അവിടുത്തെ കൃപ പകരണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ 1 or 2 എപ്പിസോഡിൽ പറഞ്ഞു വിതയെക്കുറിച്ച്. കാരണം അത് പറയാൻ കാരണം 2026 ഈ വർഷം, ആ വർഷത്തെ ഒരു ചിന്താ വിഷയമായി, ഒരു സ്വർഗീയ ദൂതായി കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് തന്നിരിക്കുന്നത് വിത എന്ന വിഷയമാണ്. പ്ലാന്റിങ്, വിതയ്ക്കുക. സ്തോത്രം. അതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ദൈവമക്കളുമായിട്ട് സംസാരിക്കാമെന്ന് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. 126-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. എന്തൊരു മനോഹരമാണത് ആ വാക്യം. വിതയ്ക്കേണ്ടത് ചുമ്മാ വിതയ്ക്കരുത്, ദേഷ്യത്തോടെ വിതയ്ക്കരുത്, അഹങ്കാരത്തോടെ വിതയ്ക്കരുത്, ഉന്നതഭാവത്തോടെ വിതയ്ക്കരുത്, സ്വയത്തിൽ ആശ്രയിച്ച് വിതയ്ക്കരുത്. എങ്ങനെയാണ് വിതയ്ക്കേണ്ടത്? കണ്ണുനീരോടെ വിതയ്ക്കണം. ഞാൻ അതിൻ്റെ ഒരു വശം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. കണ്ണുനീര് വരാൻ കാരണം നന്ദിയാണ്. ദൈവത്തോട് നന്ദി. ഞാൻ എവിടെ കിടന്നവനായിരുന്നു, എന്നെ എത്രത്തോളം അവിടുന്ന് സ്നേഹിച്ചല്ലോ, എന്നെ കരുതിയല്ലോ, എന്നെ മാനിച്ചല്ലോ. കർത്താവേ, ഞാൻ ഇത്രയൊന്നും ആവുമെന്ന് ഞാൻ ചിന്തിച്ചതല്ലല്ലോ കർത്താവേ, എന്നാൽ അവിടുന്ന് എന്നെ എത്രത്തോളം കൊണ്ടുവന്നല്ലോ എന്നുള്ള ആ വലിയ നന്ദി.
നിത്യനാശത്തിൽ കിടന്ന എൻ്റെ ആത്മാവിനെ നിത്യജീവന്റെ അവകാശിയാക്കി തീർത്തല്ലോ എന്നുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ടുള്ള നന്ദി എല്ലാം ദൈവസന്നിധിയിൽ പ്രതിഫലമുള്ളതാണ്. സ്തോത്രം. എന്താണ് കണ്ണുനീരോടെ വിതയ്ക്കാൻ കാരണം? ഒന്ന്, നന്ദിയാണെന്ന് നാം ചിന്തിച്ചു. രണ്ടാമത്തെ കാര്യം എന്താണ് നന്ദി വരാൻ കാരണം? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന. അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാൻ രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചെന്ന് ഓർത്തുകൊള്ളുവി. ആസിയയിലുള്ള, ഏഷ്യ മൈനറിലുള്ള ഒരു സഭയോടാണ് പറയുന്നത്, ആസിയയിലെ സഭ. ആ സഭയോട് പറയുകയാണ്, ഞാൻ രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശം. എന്തിനാണ് കണ്ണുനീർ വാർക്കുന്നത്? ചിലർ ചോദിക്കും, ചില സമയങ്ങളിൽ അറിയാതെ ദൈവത്തിനും പറയുമ്പോൾ കരഞ്ഞു പോകും. ചിലർക്കത് വളരെ അരോചകമാണ്. അവർ ചോദിക്കും, എന്തിനീ കരയണത്? വെറുതെ ആളുകളെ വിഷമിപ്പിക്കാൻ, സെന്റിമെന്റലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ? അല്ല പ്രിയരെ, അല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊടുമ്പോൾ നമ്മുടെ ഹൃദയം തരളിതമാകും. ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു വലിയ കരച്ചിലാണ് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന. വേദന എടുത്ത് കരയണം. നഷ്ടപ്പെട്ടു പോകുന്നല്ലോ കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ അയൽക്കാര്, എൻ്റെ കൂടെ പഠിച്ചവര്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങള്, ഇല്ലോസ് എല്ലാം നശിച്ചു പോകുന്നല്ലോ. നിങ്ങളങ്ങനെ കരയാറുണ്ടോ? കരയണം പ്രിയരെ. വെളിച്ചം ലഭിച്ച ഓരോ ദൈവമക്കളും അവരുടെ ഒരു സ്വാർത്ഥമായ ചിന്തയ്ക്കല്ല നിൽക്കേണ്ടത്. മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് എൻ്റെ മേൽ കർത്താവ് വെളിച്ചം പകർന്നതെന്ന് നാം ചിന്തിക്കണം. എങ്കിലേ നമുക്ക് ദൈവ വേലയ്ക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. നാം കണ്ണുനീരോടെ വിതയ്ക്കണം. അങ്ങനെ കണ്ണുനീരോടെ ഒരിക്കൽ വിതയ്ക്കാൻ പറ്റിയാൽ അധികം കഴിയുന്നതിന് മുമ്പ് ആർപ്പോടെ കൊയ്യാനിടയാകും. സ്തോത്രം. ഇല്ലെങ്കിൽ എന്താ? വെറും തരിശു നിലമായി കിടക്കും, ഒന്നും കിട്ടുകയില്ല. എന്നാൽ ഈ വിത്ത് തക്ക സമയത്ത് വിതയ്ക്കുമ്പോൾ അവിടെ പുതിയ നെൽമണികൾ മുളച്ചു വരികയും അത് വളർന്ന് ഫലഭൂയിഷ്ടിയുള്ളതായി 100, 60, 30 മേനിയായി വിളയുകയും ചെയ്യുന്ന ആ സ്വർഗീയ അനുഭവം, ആത്മീയ അനുഭവം, അത് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ വരണം. സ്തോത്രം. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദനയാണ് കണ്ണുനീരിന് കാരണം. കണ്ണുനീരോടെ വിതച്ചാലേ ആർപ്പോടെ കൊയ്യാൻ കഴിയും. ഞാൻ രണ്ട് കാര്യങ്ങൾ തൊട്ട് പറയുന്നേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ പിന്നിൽ വേറെയും കാര്യങ്ങൾ കാണാം. ഞാൻ പറഞ്ഞത്, ഒന്ന് നന്ദിയുടെ കണ്ണുനീര്, 2 നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള കണ്ണുനീര്. വേണമെങ്കിൽ നമുക്ക് മൂന്നാമതൊരു കണ്ണുനീര് കൂടി പറയാം, അവനവനെ തന്നെ കണ്ടെത്തിക്കൊണ്ടുള്ള കണ്ണുനീര്. സ്തോത്രം. അവനവനെ തന്നെ കണ്ടെത്തിക്കൊണ്ട്, കർത്താവേ, ഞാൻ മറ്റുള്ളവർ ഉപദേശിക്കുന്നവനെങ്കിലും എൻ്റെ ആളത്വത്തിലും എൻ്റെ രക്തത്തിലും അതേ പാപത്തിൻ്റെ ചില അംശങ്ങൾ ഉണ്ടല്ലോ എന്ന് കണ്ടെത്തി കണ്ണുനീരോടെ കരയാൻ കഴിയുന്ന അവസ്ഥ, അത് ദൈവം പ്രസാദിക്കുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇതെല്ലാം ദൈവിക വചനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് നമുക്കുള്ള കാലം കർത്താവിന് വേണ്ടി ചെലവിടാം. കർത്താവിന് മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കാം. നമ്മുടെ ഭാവി, നമ്മുടെ ആയുസ്, നമുക്കുള്ളതെല്ലാം യേശുവെ അങ്ങയുടെ മഹത്വത്തിനായി ഞാൻ വേർതിരിക്കുന്നു എന്നുള്ള ഒരു ആഴമേറിയ സമർപ്പണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനിവാര്യമാണ്. സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. മറ്റുള്ളവർ ആർപ്പോടെ കൊയ്യുന്നു കാണുമ്പോൾ നാം അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, നിരാശപ്പെട്ടിട്ട് കാര്യമില്ല, അവരോട് പരിഭവം വ്യാപിച്ചിട്ട് കാര്യമില്ല. അവര് കണ്ണുനീരൊഴുക്കിയവരാണ്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണുനീരൊഴുക്കിയ അനേകർ ഒരുപക്ഷെ അനേകം വീരന്മാരായ, പ്രാർത്ഥനാ വീരന്മാരായ അനേകം ദേവദാസന്മാർ ഒരു കാലത്ത് കരഞ്ഞതും ഒരു കാലത്ത് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയായിരിക്കാം പാവപ്പെട്ട നമ്മളിലൂടെ കർത്താവ് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. എന്തുമാകട്ടെ പറയലേ, കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യാനിടയാകും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകണമെന്ന്. സ്തോത്രം. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാകണമെങ്കിൽ നമുക്ക് ഉറപ്പും നിർണയവും വേണം. നമുക്ക് വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ വേണം. കർത്താവിൽ അടിയുറച്ച വിശ്വാസം വേണം. ഇപ്പോൾ ചില എതിരുകൾ തോന്നിയാലും കർത്താവ് പിന്നീട് അത് വളർത്തുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള കാലം യേശുവിന് വേണ്ടി ചെലവിടാം. ഉള്ള കാലം യേശുവിന് വേണ്ടി, യേശുവിന് നാമത്തിന് വേണ്ടി നമുക്ക് ഈ ഭൂമിയിൽ ചെലവിടാം. അതിന് കർത്താവ് ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട്
6 മുതൽ 8:30 വരെ നടക്കുന്ന മീറ്റിംഗ്, ബൈബിൾ ക്ലാസ്, അത് എഡിറ്റ് ചെയ്ത് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ചർച്ചിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്കത് കാണാം. ബൈബിൾ പഠിക്കാൻ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ബൈബിൾ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ് ഇപ്പോൾ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ഇട്ടുകൊള്ളാം. തീർച്ചയായും നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കും.